തേജസ്വി യാദവ് പഴയതിനേക്കാൾ ശക്തനാണ്. പതിറ്റാണ്ടുകളായുള്ള നിതീഷ് കുമാർ ഭരണം മനസ്സുമടുപ്പിച്ച ബീഹാർ ജനതയ്ക്ക് ഏറ്റവും സ്വീകാര്യനായ പേര് തേജസ്വിയുടെ തന്നെയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയിൽ തേജസ്വിയുടെ ജനപിന്തുണ വ്യക്തമായതുമാണ്. യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങൾക്കും ഇടയിൽ തേജസ്വിക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പട്ടം കൂടിയാകുമ്പോൾ തേജസ്വിയുടെ കരുത്ത് പഴയതിലും 10 മടങ്ങാകുന്നു. എന്നാൽ രാഷ്ട്രീയ വിലയിരുത്തലുകൾ പിഴയ്ക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രിയും JDU അധ്യക്ഷനുമായ നിതീഷ് കുമാറിന്റെ കാര്യത്തിലാണ്. പതിറ്റാണ്ടുകളായി മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്ന നിതീഷിന് ഒരിക്കൽ കൂടി ആ സ്ഥാനം നൽകാൻ BJP താല്പര്യപ്പെടുന്നില്ല എന്ന വാർത്തകളാണ് ബീഹാറിൽ നിന്നും വരുന്നത്. ഇതിനെ ചൊല്ലി പല കലഹങ്ങളും ബീഹാറിലെ NDA മുന്നണിയിൽ ഉടലെടുത്തിട്ടുണ്ട് താനും. NDAയുടെ തെരഞ്ഞെടുപ്പ് വേദികളിലെ നിതീഷ് കുമാറിന്റെ അസാന്നിധ്യം ഇന്ത്യ മുന്നണി ബീഹാറിൽ വലിയ ചർച്ചയാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് ആണെങ്കിലും സർക്കാരിനെ നിയന്ത്രിക്കുന്നത് BJP ആണ്. BJP നിയന്ത്രിക്കുന്ന സർക്കാരിനെ പുറത്താക്കണം എന്ന രീതിയിൽ വലിയ ക്യാമ്പയിനുകൾ RJD നേതാക്കൾ നടത്തുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ പോലും JDU-വിനോ BJP-ക്കോ ബീഹാറിൽ സാധിക്കുന്നില്ല എന്നതാണ് സത്യം.